മാത്യു കുഴൽനാടൻ്റെ പത്രസമ്മേളനങ്ങളെക്കുറിച്ച് പറഞ്ഞു. മാത്യു കുഴൽനാടൻ നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം തന്നെ വീണ വിജയൻ്റെ ഫ്രോഡുലൻ്റായ ഏർപ്പാടുകളെക്കുറിച്ചായിരുന്നു, അവരുടെ കമ്പനിയെക്കുറിച്ചും എക്സാലോജിക്കയെക്കുറിച്ചും. അതൊന്നും തന്നെ തള്ളിപ്പോയിട്ടില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെയും SFIയുടെയൊക്കെ അന്വേഷണം നടക്കുന്നതിലൂടെ തന്നെ മാത്യുവിൻ്റെ ഒരു പത്രസമ്മേളനങ്ങളും കാമ്പോ കഴമ്പോ ഇല്ലാത്തതാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. വളരെ കൃത്യമായി തന്നെ തെളിവുകൾ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതിപ്പോൾ എങ്ങനെയും അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീണ വിജയനും പിണറായി വിജയൻ്റെ കുടുംബം തന്നെ ഓടിക്കൊണ്ടിരിക്കുക. വിവിധ ഹൈക്കോടതികൾ പരാതി തന്നെ കൊടുക്കുകയാണ്, അന്വേഷിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ ആരോപണം അവിടെ കഴിഞ്ഞു. മാത്യുവിൻ്റെ പത്രസമ്മേളനങ്ങൾക്ക് കാമ്പില്ല എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ, അത് എഴുതി തള്ളപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മാത്യു നടത്തിയ പത്രസമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ് വീണ വിജയൻ്റെ കമ്പനിക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി നടത്തിയ ഇടപെടൽ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ കാര്യം, എൻ്റെ ക്രക്സ് ഇതാണ്. ഞാൻ ഒരു ചരിത്രം പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഈ കരിമണൽ കർത്തായിക്ക് ഒരു കാര്യം കൂടെ അഭിലാഷ് ഓർത്തോണം. ഈ കർത്തായിക്ക് നിരവധി പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ തോട്ടപ്പള്ളി മേഖലയിൽ, ആറട്ടൂടെ മേഖലയിൽ വലിയ തോതിൽ ഖനനത്തിനായി ഭൂമി പാട്ടത്തിൽ, അതായത് ലീസിൽ കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യം. ഭാവിയിൽ അത് ഖനനം ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കോടാനുകോടി രൂപയുടെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഖനനം ചെയ്യാനുള്ള ഒരു ഭൂമിയാണ് കയ്യിൽ കിട്ടുന്നത്. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് ഇന്നത്തെ ചർച്ച വരുന്നത്. അതിന് അടുത്ത ഘട്ടത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ, എനിക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പ്രളയത്തിൻ്റെ പേരിലെന്ന രീതിയിൽ അവിടുന്ന് ഖനനം ചെയ്ത് കൊണ്ടുപോകുന്ന മണൽ, അവിടെ നിന്നും മണലിൽ നിന്ന് വേർതിരിക്കുന്ന കരിമണൽ KMML നിന്നും KMML IRക്ക് കൊടുത്തിട്ട്, KMML എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള റോ മെറ്റീരിയൽ പോലും തികയുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്തു, IRയായിട്ടൊരു കരാറുണ്ടാക്കി IRക്ക് കൊടുത്ത് IR മുഖാന്തരവും ആർക്ക് കിട്ടുന്നുണ്ട്, CMRL എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കുണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ 2018 മുതൽ അതിനു മുമ്പ് ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന അസംസ്കൃത വസ്തുക്കൾ പിന്നെ അവർക്ക് ഇറക്കുമതി വേണ്ടി വന്നിട്ടില്ല. ഈ തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് അതിനുള്ള സാധനം അവർക്ക് കിട്ടിയത് പറഞ്ഞാൽ കോടാനുകോടി രൂപയുടെ വൻ പ്രയോജനമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ പോർഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖല, ഞാൻ ആ നിയോജകമണ്ഡലം കണ്ട ഹരിപ്പാടുകാരനാണ്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ മേഖല പതിച്ചു കൊടുക്കപ്പെട്ടത് ശരിയാണ്. 2004 AK ആന്റണി മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് ഈ ഏരിയ പതിച്ചു കൊടുക്കുന്നത്. പതിച്ചു കൊടുത്തപ്പോൾ തന്നെ അതിഭയങ്കരമായ പ്രതിഷേധം ഉണ്ടായെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അന്ന് അവിടെ CPMൻ്റെ പ്രാദേശിക ഘടകങ്ങൾ മുഴുവൻ അതിനനുകൂലമായിരുന്നു. പക്ഷേ VM സുധീരൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് MA ബേബിക്ക് ഉൾപ്പെടെ വിട്ടു നിൽക്കാൻ സാധിച്ചില്ല. MA ബേബി കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന് അദ്ദേഹം ഉൾപ്പെടെ ആ ചങ്ങലയെ പങ്കുചേർന്നു. എന്ന് പറഞ്ഞാൽ ജനകീയ ചങ്ങല, അതായത് CPMൻ്റെ ഏരിയ ആയിരുന്നില്ലേ. VM സുധീരൻ നേതൃത്വം കൊടുത്ത മനുഷ്യ ചങ്ങലയാണ്. എല്ലാ പാർട്ടിക്കാരും അതിനകത്ത് അണിചേർന്നു. ഇന്നും കരിമണൽ സമരം അറിയപ്പെടുന്ന VM സുധീരൻ്റെ പേരിലാണ്. ആലപ്പുഴയും ആഞ്ചലോസും ഒക്കെ അതിനകത്ത് പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലീസിൻ്റെ പ്രോസസ്സിങ് നിർത്തിവെച്ചു, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് വിവിധ ഗവൺമെൻറ്റുകളുടെ കാലത്തിൽ നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. അപ്പോൾ AK ആന്റണി മന്ത്രിസഭ നിർത്തിവെച്ചു. അടുത്ത അധികാരത്തിൽ വന്ന CPM ഗവൺമെൻറ്, എനിക്കൊന്നു പിന്നെ നയനാർ VS ഗവൺമെൻറ് അത് VS ആ കാര്യത്തിൽ നിലപാടുള്ള ആളായിരുന്നു. അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. അതിനുശേഷം വന്ന് ഉമ്മൻചാണ്ടി സർക്കാർ, അവരും എന്ത് ചെയ്തു, ഇതിനനുകൂലമായ തീരുമാനമെടുത്തില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കർത്ത കമ്പനി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അവർക്കെതിരായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ എന്ത് ചെയ്തു, ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ ഞാൻ പറയട്ടെ, ഏത് സർക്കാരിന്റെ കാലത്തും താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന് മുഴുവൻ കേൾക്കൂ അഭിലാഷ്. ഈ വിഷയത്തിൽ തന്നെ TN പ്രതാപൻ വിമർശിച്ചിട്ടുണ്ട് അന്ന് അപ്പീൽ കൊടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കാലതാമസം. ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ കോടതികളിൽ കർത്തായ്ക്ക് അനുകൂലമായ വിധി ഉണ്ടായപ്പോഴും അതിനെ എതിർക്കുന്നു. അതിനിടയ്ക്ക് ലാഗിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം, അതൊക്കെ മറ്റു വിഷയങ്ങൾ. പക്ഷേ ഒരു സർക്കാരിന് പോലും ഈ കർത്തയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് പുറമേ പോലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ചോദിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി സുപ്രീം കോടതി വന്നു. സുപ്രീം കോടതി അന്തിമ വിധി വന്നു. അവിടെയാണ് ഇവർ, അരുൺകുമാർ ഒരു അഭിഭാഷകനല്ലേ, അരുൺകുമാർ ജഡ്ജ്മെൻ്റ് ഒന്നും വായിച്ചില്ലേ? അതിനകത്ത് 3 ജഡ്ജിമാരുടെ പാനലിൽ ജസ്റ്റിസ് ഭാനുമതി പൂർണ്ണമായി തന്നെ പിന്നെ കർത്തായ്ക്കെതിരായിട്ട് വിധി പുറപ്പെടുവിച്ചപ്പോൾ ആ ജഡ്ജ്മെൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ്. ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഏരിയ ഗവൺമെൻറ്റിന് വേണ്ടി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുക്കണ്ട,
ഇത് നോട്ടിഫൈ സർക്കാരായ ഏരിയ ഖനനത്തിന് വേണ്ടി നോട്ടിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് കർത്തായ്ക്ക് അതിനുള്ള അവകാശം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ആ വിധി സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നത്. നിങ്ങളത് നോട്ടിഫൈ ചെയ്ത് എടുത്തുകൊള്ളുക, അപ്പോൾ പിന്നെ കർത്തായ്ക്ക് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അന്തിമ വിധി ആർക്കെതിരാണ്? കർത്തായ്ക്ക് എതിരായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നത്. എന്ന് പറഞ്ഞാൽ അന്തിമമായ അതിനകത്തൊരു വിധി പുറപ്പെടുവിക്കുകയാണ്. സർക്കാർ ആക്ട് ചെയ്താൽ കർത്തായ്ക്ക് അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല, അയാളുടെ കയ്യിൽ നിന്ന് ഈ ലീസ് പോവും. അവിടെയാണ് പിണറായി വിജയൻ്റെ കളി തുടങ്ങിയത്. ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ, ആ വിധി വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ജഡ്ജ്മെൻ്റ് പകർപ്പ് ഉൾപ്പെടെ പുറത്തു വന്ന കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി. അന്ന് മുതൽ കാശ് മേടിക്കുകയാണ്. കാരണം സർക്കാരിൻ്റെ ഒരു കളിയിരിക്കുക. ആയിരക്കണക്കിന് കോടി രൂപയുടെ ഖനനത്തിനുള്ള ഓപ്ഷൻ കർത്തായ്ക്ക് കിട്ടുന്ന ആ ഭൂമിയുടെ ലീസ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം പിണറായി വിജയൻ്റെ കൈ വന്നപ്പോൾ തുടങ്ങി കുറച്ച് നാളുകൾക്കകം തന്നെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, PVക്ക് കാശ് കിട്ടി തുടങ്ങി, എക്സാലോജിക്കയുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നു. ഇതിങ്ങനെ അനുസ്യൂതം കാശ് മേടിച്ച് കിട്ടാവുന്നത്രയും, കാരണം വാങ്ങിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൈനിങ് സെക്രട്ടറി, ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെ റിപ്പോർട്ട് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ജലസേന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കൃഷ്ണൻകുട്ടിയുടെ മകൻ ബിജു ആണ് അന്നത്തെ ഇൻഡസ്ട്രിയൽ സെക്രട്ടറി. അദ്ദേഹം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് പറ്റില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതിയപ്പോഴാണ്, അപ്പോൾ ആ സമയത്ത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടും വരുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടും വന്നു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, സുപ്രീം കോടതിയുടെ വിധി, അത് 16 തന്നെ നടപ്പിലാക്കാൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല, ലീസൊന്നും റദ്ദാക്കിയില്ല, നോട്ടിഫിക്കേഷൻ ഉണ്ടായില്ല. ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡറും വന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രം കൊടുത്താൽ മതി. ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും സ്വീകരിച്ച പൊസിഷൻ അനുകൂലമായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് പിണറായി വിജയൻ, കാരണം കാശ് മേടിച്ചതല്ലേ, പിണറായി വിജയൻ അടുത്ത ഇടപെടലുണ്ട്. അതാണ് ഞാൻ മാത്യു ഇന്ന് കാണിച്ചൊരു പത്രസമ്മേളനത്തിൽ ഫ്രം ഡയറക്ടർ ആൻഡ് മൈനിങ് ആൻഡ് ജിയോളജി ടു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയൽ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് ഫോട്ടോസ്റ്റേഡ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മാത്യു കുഴനാടനെ മുഴുവൻ പത്രക്കാരെയും വിളിച്ചു. ഇതിൻ്റെ കോപ്പി വായിക്കുന്ന ഒരാൾക്കും വായിക്കാതിരിക്കാൻ പറ്റില്ല. ശംസീറിന് വല്ല തിമിരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി അവിടെ നിന്ന് മുഴുവൻ ആളുകൾക്കും വായിക്കാം. അഭിലാഷിൻ്റെ കയ്യിലുണ്ടല്ലോ അതിൻ്റെ ഫോട്ടോ. ആർക്കെങ്കിലും വായനയ്ക്ക് കുഴപ്പമുണ്ടോ? ഫോട്ടോസ്റ്റാറ്റ് ഫയലിൽ നിന്ന് എടുക്കുമ്പോൾ കാണാവുന്നതിനേക്കാൾ ഏറ്റവും നല്ല ക്ലാരിറ്റി, ഒരു രേഖയ്ക്കും ഒരു വായനയ്ക്കും ഒരു പ്രശ്നവും ഇല്ല അരുൺകുമാറേ. വല്ല തിമിരമുള്ള ആളുകൾക്കല്ലാതെ അത് വായിക്കുന്നതിന് ആർക്കും പ്രശ്നമില്ല. ഷംസീറിൻ്റെ അങ്ങ് പിന്നെ മറ്റേ മീൻ വണ്ടിയുടെ ലൈസൻസും 150 കോടി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് ചാവക്കാട് നിന്ന് അതേ വേറൊരു മീൻ വണ്ടി കയറി ബാംഗ്ലൂരിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുത്തൻ PV അൻവർ എന്ന് പറഞ്ഞ ഒരുത്തൻ നിയമസഭ ഉന്നയിച്ച ആരോപണമാണ്. അതിന് മീൻ വണ്ടിയുടെ ലൈസൻസ്, RC ബുക്ക്, 150 കോടി തൂക്കി നോക്കിയ ത്രാസിൻ്റെ പിന്നെ ISI മാർക്ക്, ഇതെല്ലാം രേഖകൾ ഷംസീർ കണ്ടിട്ടല്ലേ അൻവറിനെ പോലെ ഒരുത്തനെ കൊണ്ട് ആരോപണം ഉന്നയിച്ചത്. ഇവിടെ കൃത്യമായി നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ച, നിങ്ങളെ രാവണൻ കോട്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഫയൽ, ആ ഫയലിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൃത്യമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന അഭിലാഷ് വായിച്ചല്ലേ, മുഖ്യമന്ത്രി പ്രത്യേകമായി 4/9/2019 ഇത് വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടണം. അതിനുശേഷം മന്ത്രിസഭയ്ക്കിടയിൽ സർക്കുലേറ്റ് ചെയ്ത നോട്ട്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? അതിനകത്ത് ലോ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു നടക്കില്ല. അപ്പോൾ നോക്കണം, സുപ്രീം കോടതി പറയുന്നു, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു, ലോ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. മുഖ്യമന്ത്രി അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? നമുക്ക് AGക്ക് കൊടുക്കാം. അഡ്വക്കേറ്റ് ജനറൽ പറയട്ടെ. അഡ്വക്കേറ്റ് ജനറലിനോട് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും? സുപ്രീം കോടതിയുടെ ആ 2ാമത്തെ ഓപ്ഷൻ, വേണമെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് വേണമെങ്കിൽ നോട്ടിഫൈ ചെയ്ത് സർക്കാരിന് എടുക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതുപോലെ കർത്തായ്ക്ക് കൊടുക്കാം. 2ാമത്തെ ഓപ്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനെ മറികടന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇൻഡസ്ട്രിയൽ സെക്രട്ടറി ഓപ്ഷൻ ചോദിച്ചിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, പൊതുമേഖലാ സ്ഥാപനത്തിനല്ലേ ഖനനം ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കാം. കർത്തായുടെ കമ്പനിയായ KMERലും KMMMലും IREയും ചേർന്നൊരു കൺസോർഷ്യം. എന്നിട്ട് കർത്തായുടെ കമ്പനിക്ക് 25% ഷെയറിൽ ഒതുക്കി നിർത്തിയാൽ 75% ഷെയർ KMML ഉൾപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാക്കിയാൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനെ മറികടക്കാൻ പറ്റുമോ? ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിസി അത് ചോദിച്ചിരിക്കുകയാണ്. ഇവരുടെ മന്ത്രിസഭയ്ക്കുള്ള സർക്കുലേറ്റ് ചെയ്ത് ഇതൊക്കെ ആരുടെ താല്പര്യമാണ്? നിങ്ങളുടെ സുപ്രീം കോടതി വിധി കർത്തായ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നു, രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും കർത്തായ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നു, മാറി മാറി ഭരിച്ച മുഴുവൻ ഗവൺമെൻറ്റുകളുടെ താല്പര്യം ആ ലീസ് കർത്തായ്ക്ക് കൊടുക്കരുതെന്നാണ്. പിന്നെ മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് സ്വന്തം മകൾക്ക് 3 കൊല്ലക്കാലമായി അക്കൗണ്ടിൽ കാശ് കൊടുത്തോണ്ടിരിക്കുന്ന, താങ്കൾ സംസാരിക്കാതിരിക്കും, ഞാൻ പറയട്ടെ. അക്ഷമയുണ്ടായിട്ട് ഒരു കാര്യമില്ല. താങ്കൾക്ക് ആരെങ്കിലും ഇത് താങ്കളുടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന് കൃത്യം ഞാൻ പറഞ്ഞ ഒരു ഡോക്യുമെന്റുകൾക്കും വ്യത്യാസമില്ലാതെയാണ് വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട്
മുഖ്യമന്ത്രി എന്തിനെ പ്രത്യേക താല്പര്യപ്പെടുത്തി യോഗം വിളിച്ചു? എന്തുകൊണ്ട് ലോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത് അതിന് ഈ അക്കൗണ്ട്സ് ജനറലിന് പിന്നെ അഡ്വക്കേറ്റ് ജനറലിന് പ്രത്യേക പരാമർശം കൊടുത്തു? എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഇത്തരം ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തുകൂടെ എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് അത്ര ഒരു നോട്ട് തയ്യാറാക്കിയത്? ഇതൊക്കെ കാണുമ്പോൾ കാശ് മേടിച്ചുള്ള പ്രതിഫലം എന്നല്ല പറയേണ്ടത്. മാത്യു കുഴൽനാടൻ ഇത് പരസ്യമായി പത്രസമ്മേളനം നടത്തിയാണ് പറഞ്ഞത്, രേഖ വെച്ചാണ് പറഞ്ഞത്, നിയമസഭയുടെ സംരക്ഷണമില്ലാതെ പുറത്താണ് പറഞ്ഞത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, അല്ലെ നിങ്ങൾ പറ മാത്യു കാണിച്ച രേഖകൾ വ്യാജരേഖയാണെന്ന് നിങ്ങൾ പറ, വ്യാജരേഖയാണെന്ന് പറ. ഇതൊന്നുമില്ലല്ലോ. ശരി.